ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജൂപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ആധുനിക നാഗരികത്വത്തിൻ്റെ വളർച്ചയ്ക്കൊപ്പം മദ്യപാനാസക്തിയും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ്. മദ്യവർജനത്തിനും മദ്യനിരോധനത്തിനും മതിയായ പിന്തുണയില്ല എന്നത് പരേതനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ പാനലിൻ്റെ പരാജയത്തോടെ കേരളവും തെളിയിച്ചു കഴിഞ്ഞു. ലഹരിയുടെ ഉപയോഗം വെളുത്ത നിറമുള്ള കള്ളിൽ നിന്ന് മിനുമിനാ തിളങ്ങുന്ന ക്രിസ്ത്യൻ പ്രദേശ് വരെ എത്തി നിൽക്കുന്നു. കൂടാതെ മൂക്കിൽ വലിക്കുന്നത്, നാവിലൊട്ടിക്കുന്നത്, ചുണ്ടിനടിയിൽ വയ്ക്കുന്നത്, ഇഞ്ചക്റ്റ് ചെയ്യുന്നത് തുടങ്ങി അന്തരീക്ഷത്തിൽ പറന്നു നടക്കുന്ന അനുഭൂതി ഉണ്ടാക്കുന്നവ വരെ രഹസ്യമാർഗത്തിലൂടെ കിട്ടുന്നതായാണ് അറിവ്. ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് വ്യത്യസ്ത നിലയിലുള്ള മുന്നറിയിപ്പുകൾ വിവിധ നിലകളിൽ സമൂഹത്തെ അറിയിക്കുന്നുണ്ട് എന്നിരിക്കലും നല്ല ശതമാനം ആളുകളും ഈ അർബുദവ്യാധിയുടെ നേരെ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിൻ്റെ ഉന്നതതലത്തിൽ അംഗീകാരം കിട്ടണമെങ്കിൽ കോക്ടെയിൽ പാർട്ടികളിലും മറ്റു പലതിലും പങ്കെടുക്കുക എന്ന ധാരണ പലർക്കുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മദ്യം മാന്യതയുടെ ഉടുപ്പണിഞ്ഞ് ആധുനിക സമൂഹത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നായിരിക്കുന്നു എന്ന് പറയാം. പച്ചവെള്ളം കുടിക്കുന്നത് കൊണ്ട് ഒരാളും രോഗിയാകാനോ വിധവയാകുവാനോ ഇടവരുന്നില്ല. ചായയും കാപ്പിയും മിതമായി ഉപയോഗിച്ചാൽ അപകടം ഇല്ലാത്തതാണ്. അമിതമായാൽ അതും അപകടം വരുത്തും. മദ്യം മിതമായി ഉപയോഗിച്ചാൽ ദോഷമൊന്നുമില്ല എന്ന് പറഞ്ഞ് കുടി പഠിപ്പിക്കുന്നവരും ഉണ്ട്. ഡോക്ടർമാർ പോലും അല്പം മദ്യം ഉപയോഗിച്ചു കൊള്ളാൻ ചിലരെ ഉപദേശിക്കാറുണ്ട് പോലും. മിതമായി ആരംഭിക്കുന്നത് അമിതമായ മദ്യപാനാസക്തിയിലേക്ക് നയിക്കും എന്നറിയുക. മദ്യപാനശീലം അഭ്യസിക്കുന്നതിനുള്ള പാഠശാലയാണ് മിതമായ മദ്യസേവാ സംഘങ്ങൾ. അമേരിക്കയിൽ നിന്നുള്ള ഒരു കണക്ക് കേട്ടത് 50,000 ആളുകൾ മദ്യപാനവും പുകവലിയും മൂലം മരണം അടയുമ്പോൾ പേപ്പട്ടി കടിച്ച് ഒരാൾ മാത്രം മരിക്കുന്നു. എങ്കിലും ആ പേപ്പട്ടിയെ വെടിവെച്ചു കൊല്ലുകയും മദ്യപാനത്തിനും പുകവലിക്കും ലൈസൻസ് നൽകുകയുമാണ് ചെയ്യുന്നത് പോലും. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ആവോ. മദ്യപാനം എന്ന വിപത്ത് അടുത്ത കാലത്ത് ഉണ്ടായതല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാപ്രവാചകൻ എഴുതിയിരിക്കുന്നത് 5:11 നിന്ന് വായിക്കാവുന്നതാണ്. അതിരാവിലെ എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞ് തലയ്ക്ക് പിടിച്ച് മത്തനാകുന്നതുവരെ രാത്രിയാകുമ്പോളം കുടി തുടരുകയും ചെയ്യുന്നവന് കഷ്ടം. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും മദ്യവുമുണ്ട്. അന്ന് മാത്രമല്ല, ഇന്നും ഇവയെല്ലാം ഉണ്ടല്ലോ. കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് മദ്യം കൊടുക്കുകയും നഞ്ചു കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവന് കഷ്ടം എന്ന് ഹബക്കൂക്ക് പ്രവാചകനും പറയുന്നു. വീഞ്ഞ് പരിഹാസ്യവും മദ്യം കലഹക്കാരനുമാകുന്നു. മദ്യപിച്ച് ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല എന്ന് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ബൈബിളിൽ ഉടനീളം മദ്യപാനം മനുഷ്യജീവിതത്തിന് എത്രത്തോളം ദോഷം ചെയ്യുമെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് മദ്യം മാന്യതയുടെ മുഖമുദ്രയായി തീർന്നിരിക്കുന്നു. നമ്മുടെ ആരോഗ്യത്തെയും ബുദ്ധിശക്തിയെയും നശിപ്പിക്കുന്ന മദ്യത്തെ മാന്യതയുടെ പേരിൽ എത്രയോ പേർ ആശ്ലേഷിക്കുന്നു. തങ്ങളുടെ ഭാര്യമാരെ അകാലത്ത് വിധവമാരാക്കുകയും കുഞ്ഞുങ്ങളെ അനാഥരാക്കുകയും ചെയ്യുന്ന വിനാശകരമായ ഈ ദുശ്ശീലത്തെയാണ് മാന്യതയുടെ പേരിൽ താലോലിച്ച് വളർത്തുന്നതെന്ന് മദ്യപിച്ചും ഉല്ലസിച്ചും നടക്കുന്ന പലരും ഓർക്കാറില്ല. മദ്യപൻ്റെ സന്താനങ്ങൾ മന്ദബുദ്ധികളായി തീരാൻ സാധ്യതയുണ്ടെന്ന് വൈദ്യശാസ്ത്രപരമായ അറിവുകൾ ലഭിച്ചവർ പറയുന്നതും കേട്ടിട്ടുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 6:10 മദ്യപന്മാർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് മനസ്സിലാക്കാതെ കുടിച്ചു കൂത്താടുന്നവർ ആടിയും പാടിയും പോകുമ്പോൾ പാടുന്ന ഈരടി കേട്ടിട്ടുണ്ട്. കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി ചക്കി, തെല്ലോളം ഉള്ളിൽ ചെന്നാൽ ഭൂരോഗം തരികിടതിത്തായി. ഇങ്ങനെ എത്രയോ കുടുംബങ്ങൾ തരികിടതിത്തയായി തീർന്നിരിക്കുന്നു. വ്യക്തികളെയും കുടുംബങ്ങളെയും നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതും ജഡത്തിന് ഇമ്പവുമായിരിക്കുന്ന 10 കാര്യങ്ങൾ 6:10 പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് മദ്യപാനം. ബാക്കിയെല്ലാം ഇതേപോലെ ദൈവദോഷങ്ങൾ ആയവ തന്നെ.
ഇവയെല്ലാം ഒരാളിൽ ഒന്നിച്ച് ഉണ്ടാകണമെന്നില്ല. ഉദാഹരണമായി പറഞ്ഞാൽ, മാരകമായ വിഷവസ്തുക്കൾ പലതുമുണ്ട്. ഒരാൾക്ക് മരണം സംഭവിക്കണമെങ്കിൽ ആ വിഷവസ്തുക്കളെല്ലാം ഒരാളുടെ അകത്ത് ഒന്നിച്ച് ചെല്ലണമെന്നില്ല. ഏതെങ്കിലും ഒന്നകത്ത് ചെന്നാൽ മരണം സംഭവിക്കും. അതേപോലെ ദൈവത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന പല പാപങ്ങളുമുണ്ട്. അതിലെല്ലാം ഒരു മനുഷ്യനിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഏതെങ്കിലും ഒന്നുകൊണ്ട് തന്നെ അപകടം സംഭവിക്കാം. ആദവും ഹവ്വയും അനുസരണക്കേട് കാണിച്ചു, തിന്നരുത് എന്ന് പറഞ്ഞ ഫലം തിന്നു, ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. അതേപോലെ മദ്യപാനം അരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് അനുസരിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ പറയുന്ന ആളും കേൾക്കുന്നവരും നല്ല ശതമാനം പേരും 6-9-10 വാക്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളുമായി തോറ്റുകിടന്നവരാണ്. എന്നാൽ ഉണ്ടായ മാറ്റം എന്ത് എന്ന് 6-11 വാക്യത്തിൽ പറയുന്നു. നിങ്ങളും ഈ വകക്കാരായിരുന്നു എങ്കിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചു. അതാണ് ഞങ്ങൾക്കുണ്ടായ വ്യത്യാസം. ഈ വ്യത്യാസത്തെക്കുറിച്ച് പറയുവാൻ വളരെയുണ്ട്, എങ്കിലും വിസ്താരഭയത്താൽ മുതിരുന്നില്ല. ധാർമ്മികമായ ജീവിത പ്രമാണങ്ങളിൽ വെള്ളം ചേർത്ത് അവയുടെ വീര്യം കുറയ്ക്കുവാനുള്ള പ്രവണത വലിയ വിപത്ത് വരുത്തി വയ്ക്കും. അല്പമൊന്ന് കുടിക്കുന്നത് അത്ര വലിയ പാവമൊന്നുമല്ല എന്ന് ധാർമ്മികതയുടെ കാവൽഭടന്മാരെന്ന് ഭാവിക്കുന്നവർ പോലും പറയുന്നത് കേട്ടിട്ടുണ്ട്. ധാർമ്മികത ജീവിത പ്രമാണങ്ങളിലുള്ള വെള്ളം ചേർക്കലാണിത്. ഇന്ന് ഒരു തുള്ളി കുടിച്ചാൽ നാളെ 2 തുള്ളി കുടിക്കുവാനുള്ള ആസക്തി ഉണ്ടാകും എന്നത് മറക്കരുത്. പല തുള്ളിയാണല്ലോ പെരുവെള്ളമായി മാറുന്നത്. മദ്യപാനാസക്തിയുടെ പിടിയിൽ നിന്നും പലരും അമരുന്നത് അങ്ങനെയാണ്. ഈ ആസക്തിയിൽ നിന്ന് ഒരു മോചനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അതിന് വഴിയുണ്ട്. സെയിൻറ്റ് അഗസ്റ്റിൻ തുടങ്ങിയുള്ള മറഞ്ഞുപോയവരും ഇന്ന് നമ്മുടെ ദേശത്ത് ജീവിക്കുന്ന അനവധി ആളുകളും അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ദേശത്തുള്ളവരുമായി സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ബൈബിൾ വായിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുകയോ ചെയ്ത് ഈ മാരകവിപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.